നമുക്കറിയാം എറണാകുളം UDFന് അനുകൂലമായിട്ടുള്ള നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള UDF അനുകൂല മണ്ഡലമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട UDF അനുകൂല മണ്ഡലമാണ് എറണാകുളം. 2009 മുതൽ വിജയം KV തോമസിനാണ്. 2014 അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം. ക്രൈസ്തവ വോട്ടുകളാണ് ഏറ്റവും നിർണായകമായ ഒരു വോട്ട് എന്ന വോട്ട് ബാങ്ക് എന്ന് നമ്മൾ ഓർമ്മിക്കണം. 2014 തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിധി ഇങ്ങനെയായിരുന്നു. KV തോമസിന് 87,047 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന താരതമ്യേന പരിചയം കുറവുള്ള പുതുമുഖമായ സ്ഥാനാർത്ഥിയായിരുന്നു. LDFൻ്റേത് 2,66,794 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു. 3,53,841 വോട്ടുകളാണ് KV തോമസ് നേടിയത്. AN രാധാകൃഷ്ണനായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. 1,00,000-നടുത്ത് വോട്ടുകൾ 99,003 വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചു. 87,047 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് KV തോമസിന് ക്രിസ്റ്റി ഫെർണാണ്ടസിനേക്കാൾ ഉണ്ടായിരുന്നത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഇങ്ങനെ. UDFന് തന്നെയാണ് ഭൂരിപക്ഷം. 41,791 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ UDFനുണ്ട്. പറവൂർ, വൈപ്പിൻ, എറണാകുളം, കൊച്ചി, തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി ഈ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. അതിൻ്റെ കക്ഷിനില എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അവിടെ ആരൊക്കെയാണ് വിജയിച്ചത് എന്ന്. P. രാജീവും ഹൈബി ഈഡനും തമ്മിലാണ് ഇത്തവണ പ്രധാനപ്പെട്ട മത്സരം. അതേസമയം അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്രമന്ത്രി എന്ന പദവി കൂടിയുള്ള അൽഫോൺസ് കണ്ണന്താനം BJP സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അവിടെ ശക്തമായുള്ള പോരാട്ടം കാഴ്ചവെക്കാനാണ് BJPയും തുനിയുന്നത്. ഹൈബി ഈഡൻ KV തോമസിന് പകരം KV തോമസിനെ മാറ്റി UDF ഫീൽഡ് ചെയ്തിരിക്കുന്ന ചെറുപ്പക്കാരനായുള്ള സ്ഥാനാർത്ഥി. CPMന് LDFന് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും കൊള്ളാവുന്ന സ്ഥാനാർത്ഥി P. രാജീവ് LDFന് വേണ്ടി നിൽക്കുന്നു. P. രാജീവ് എറണാകുളത്ത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു പാർലമെൻ്ററി മികവ് അദ്ദേഹത്തിനുണ്ട്. അത് ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ അത്തരം ദൃശ്യങ്ങൾ, മറ്റുള്ളവർ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പാർലമെൻ്ററി മികവ് വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതാണ്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലെ അത്തരം ഇടപെടലുകളും ആ മണ്ഡലത്തിലെ സ്വാധീനവും അദ്ദേഹത്തിന് ഗുണമായിട്ട് വരും. വ്യത്യസ്തമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. വികസന കാഴ്ചപ്പാട് സംബന്ധിച്ച് യുവത്വത്തിൻ്റെ ഊർജ്ജവും കൂടെ സന്നിവേശിപ്പിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ നിലക്കുള്ളൊരു കാര്യം അദ്ദേഹത്തിന് അനുകൂലമായതായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ യുവ മുഖമാണ് ഹൈബി ഈഡൻ. MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അനുകൂലമായിട്ട് വരുമെന്ന് UDF വിചാരിക്കുന്നു. സാമുദായിക സമവാക്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാണ് ആ മണ്ഡലത്തിൽ എന്നതും വലിയ പ്രതീക്ഷ, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാവുന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് മുന്നണിക്ക് നൽകുന്നു. അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ മത്സരിക്കുന്ന ഏക കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ളൊരു പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. BJPയുടെ ന്യൂനപക്ഷ മുഖമാണ്. അഴിമതിയില്ലാത്ത എന്നാൽ കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ എന്ന അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പുള്ള അതേ പ്രതിച്ഛായ ഇപ്പോഴുമുണ്ട് എന്നാണ് BJP അനുകൂല ഘടകമായി കരുതുന്നത്. KJ ജേക്കബ് അവിടെ UDFൻ്റെ വലിയ മണ്ഡലമാണ്. പക്ഷേ അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇപ്പുറത്ത്. അവർക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇപ്പുറത്തുള്ളത്. പ്രചാരണത്തിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവിടുത്തെ ഒരു മത്സര ചിത്രം? പൊതുവെ UDF അനുകൂല മണ്ഡലമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ 2009 തെരഞ്ഞെടുപ്പിൽ KV തോമസ് മാഷ് ഇവിടെ നിന്ന് ജയിക്കുന്നത് കഷ്ടിച്ച് 10,000 വോട്ടിൻ്റെ ഒരു വ്യത്യാസത്തിലാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളിയായിരുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം അന്ന് സിന്ധു ജോയി ആയിരുന്നു, SFIയുടെ അന്നത്തെ ഒരു തീപ്പൊരി നേതാവായിരുന്നു സിന്ധു ജോയി ആയിരുന്നു സ്ഥാനാർത്ഥി. 10,000 ചില്ലറ വോട്ടിനാണ് അദ്ദേഹം ജയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ CPMൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന് 80,000 ചില്ലറ വോട്ട് കിട്ടുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDFന് തന്നെയാണ് മുമ്പിൽ. പൊതുവെ UDF അനുകൂല മണ്ഡലമാണ് എറണാകുളം എന്നുള്ള ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിൽ അത് ഒന്നുകൂടി UDFന് അനുകൂലമായ ഒരു മണ്ഡലം തന്നെയാണ്. CPMനുള്ള ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് രാജീവിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. രാജീവിന് വലിയ തോതിൽ വ്യക്തിബന്ധങ്ങളുള്ള പാർട്ടി മെഷീനറിയെ അതിൻ്റെ അവസാനത്തെ ആളെ വരെ ചലിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെഷീനറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, BJPയുടെ വോട്ടുകൾ ഇവിടെയും എവിടെ പോകുന്നു എന്നുള്ളത് ഒരു സ്വാധീന ഘടകമാണ്. BJP ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ BJPക്ക് അവരുടെ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അത് ആർക്ക് പോകും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ പറയുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഹൈബി ഈഡന് വേണമെങ്കിൽ ഒരു നല്ല ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ അട്ടിമറികൾ പ്രതീക്ഷിക്കാൻ നമ്മൾ ഇനി ഒരു 15 ദിവസം കൊണ്ട് നമ്മൾ കാണാനുണ്ട്. അത് നമ്മൾ ഏത് മണ്ഡലം എടുത്താലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് ബോധ്യമായിട്ടുള്ളത്, LDFന് കിട്ടാനുള്ള ഓരോ വോട്ടും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഒരു അനുകൂല ഘടകവും CPMനോ LDFനോ കേരളത്തിലില്ല.
അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വോട്ടുകളല്ലാതെ അവർക്ക് ശരി ഞങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് വോട്ട് ചെയ്തു കളയാം എന്ന് വിചാരിച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പോലത്തെ ഒരു വോട്ട് ഈ പ്രാവശ്യം LDFന് കിട്ടാനില്ല. അത് LDFന് വളരെ നന്നായിട്ടറിയാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ നേരിട്ട പോലെ അല്ല LDF ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അവരുടെ അവസാനത്തെ കഴിവും ഉപയോഗിച്ചുകൊണ്ടുള്ള പരമാവധിയുള്ള പിന്നെ കലാപരിപാടിയാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എറണാകുളത്ത് നമുക്ക് കാണാനുണ്ട്. അതിലാണ് പിന്നെ CPM-നും LDF-നും ഒരു പ്രതീക്ഷയുള്ളത്. അവസാനത്തെ വോട്ടറെ അവരെ കണ്ട് അവരുടെ രാഷ്ട്രീയം പറയാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് LDF-ന് പ്രതീക്ഷ. അതല്ലെങ്കിൽ ഇതൊരു UDF മണ്ഡലം തന്നെയാണ്. ശ്രീ ജേക്കബ്, താങ്കളെ സമഗ്രമായി തന്നെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ KV തോമസിൻ്റെ അതൃപ്തി അത് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വോട്ട് സംഗതികളിൽ ബാധിക്കും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അതിനകത്ത് അങ്ങനെയല്ലത്. അതിൻ്റെ അകത്തൊരു ചെറിയ എലമെൻറ്റ്സ് KV തോമസ് ഇപ്പം അദ്ദേഹം പിന്നെ ഹൈബിക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തോമസ് മാഷല്ല, തോമസ് മാഷിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്രത്തോളം സജീവമാണ് എന്നുള്ള കാര്യത്തിൽ ഹൈബിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയ പിന്നെ അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ അതൊരു വലിയ ഘടകമാവില്ല. കാരണം ദേശീയ രാഷ്ട്രീയം എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ഒരേ ഒരു കാൻഡിഡേറ്റാണ് ഹൈബി ഈഡൻ. അയാൾ പറന്നു നടന്ന് MLA എന്ന നിലയ്ക്ക് പറന്നു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇമേജ് നല്ല ഗംഭീര ഇമേജാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അത്തരം കൊച്ചു തർക്കങ്ങൾ തീർക്കാനുള്ള ഒരു വേദിയായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കോൺഗ്രസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അത് അത്ര വലിയൊരു ഘടകമാകുമെന്നുള്ള തോന്നൽ എനിക്കില്ല. ശരി. ശ്രീലാൽ, ഇവിടെ മറ്റ് വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടേതുപോലുള്ള വോട്ട് കാര്യങ്ങൾ ഇത്തവണ അവിടെ ആളില്ല. കഴിഞ്ഞ തവണ നല്ല മത്സരവും വോട്ടും സമാഹരിച്ചിരുന്നു. അതൊക്കെ എന്ത് ഫലമാണ് ഉണ്ടാക്കുക? സനീഷ്, എറണാകുളം പരമ്പരാഗതമായ UDF മണ്ഡലമാണ് എങ്കിലും എങ്ങോട്ട് മാറും, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്ന് ചോദിക്കാൻ പറ്റുന്ന ചില വോട്ട് ബാങ്കുകൾ സനീഷ് ചൂണ്ടിക്കാട്ടിയ പോലെ ചില വോട്ട് ബാങ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ക്രിസ്റ്റി ഫെർണാണ്ടസ് ഉയർത്തിയ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു ചർച്ച അത് ഇത്തവണ എത്തി നിൽക്കുന്നത് BJP-യിലാണ്. ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയാണ് വലിയ തോന്നുന്നു. പക്ഷേ അൽഫോൺസ് കണ്ണന്താനം ഒരു രാഷ്ട്രീയമായി കഴിഞ്ഞ തവണ AN രാധാകൃഷ്ണൻ ഉയർത്തിയ ഒരു രാഷ്ട്രീയം അത് ഉയർത്താൻ അൽഫോൺസ് കണ്ണന്താനത്തിന് പലപ്പോഴും കഴിയുന്നില്ല. അദ്ദേഹം ട്രോളുകളിലും മറ്റും പെട്ട് അതിനുള്ള മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ AN രാധാകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയം അൽഫോൺസ് കണ്ണന്താനത്ത് പറയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം. രണ്ട്, സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് 51,000 വോട്ടാണ് കഴിഞ്ഞ തവണ ആം ആദ്മി പാർട്ടി ഈ മണ്ഡലത്തിൽ പിടിച്ചത്. അനീറ്റ പ്രതാപ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഇറങ്ങി 51,000 വോട്ട് പിടിച്ചു. അതൊരു മെട്രോ മണ്ഡലം കൂടി ആയതുകൊണ്ടാണ് ഈ വോട്ട് ലഭിച്ചത്. ആ വോട്ട് ഇത്തവണ ആർക്ക് പോകും എന്നുള്ള വലിയൊരു ചോദ്യം നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ സ്ഥിരമായി ചൂണ്ടിക്കാട്ടിക്കാറുള്ള നോട്ട 10,000-നടുത്ത് വോട്ട് നോട്ട പിടിച്ചിട്ടുണ്ട്. ഇത് എങ്ങോട്ട് മാറും? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി KV ഭാസ്കരൻ എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 22,000-ലധികം വോട്ട് പിടിച്ചു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. 89,000-ഓളം വോട്ടായി. ഇപ്പോൾ 87,000 ഭൂരിപക്ഷം കഴിഞ്ഞാണ് KV തോമസിന്റെ. അതും ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലൊരു സ്ഥാനാർത്ഥിക്കെതിരെയാണ് 87,000 വോട്ടെന്ന് പറയുന്നത്. ഇത്തവണ അവിടെ നിൽക്കുന്നത് P. രാജീവാണ്. അവിടെയാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഈ 50,000, 70,000, 80,000, 90,000-നടുത്ത് വോട്ട് ഇപ്പോൾ തന്നെ ഈ പല ഘടകങ്ങളായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 8,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും? ഈ വോട്ടുകൾ ആർക്ക് അനുകൂലമായി ഇത്തവണ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ എറണാകുളം മണ്ഡലം സംബന്ധിച്ച്. അതാണ് വിജയമൊക്കെ ഒരുപക്ഷെ മറിയുകയില്ലായിരിക്കുമെന്ന ഇതിൽ കുറച്ചുകൂടി UDF-ന് കിട്ടും, അതിലില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ആം ആദ്മി പാർട്ടി പിടിച്ച മുഴുവൻ വോട്ടും UDF-ന് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അവിടെ ആം ആദ്മി പാർട്ടിയോട് ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി P. രാജീവിന് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഭൂരിപക്ഷത്തെക്കുറിച്ചെങ്കിലും ഒരു സംശയം നിലനിൽക്കേണ്ടുന്ന കാര്യം, അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്തായാലും കൂട്ടിയെടുക്കേണ്ടുന്ന അതിൽ എത്രത്തോളം ആത്മവിശ്വാസം UDF-ന് യഥാർത്ഥത്തിലുണ്ട് എന്നതിനെ നിർണ്ണയിക്കുന്ന കണക്കുകളാണ് ശ്രീലാൽ ഇപ്പോൾ പറഞ്ഞത്.